ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കോഴിയുടെ കക്കും കരളും കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കക്കും കരളും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 സബോള, 5-6 പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാചകം ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യം നമുക്ക് ഉരുളി വെച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സബോളയെ നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി വരട്ടെ. സബോള ഒത്തിരി വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി വഴണ്ടി വരട്ടെ. സബോള ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി നമ്മളെടുത്ത് വെച്ചേക്കണം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. സബോളയുടെ കളറ് നന്നായി ചേഞ്ചായി വരേണ്ട ഈ സമയത്ത് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കാം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി 3 വലിയ ടേബിൾ സ്പൂണും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായി മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1 ടീസ്പൂൺ ഗരം മസാല നമുക്കതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കഴുകി വെച്ചേക്കണ കക്കും കരളും കുറച്ചായിട്ട് കൈകൊണ്ട് വാരി അതിലേക്ക് ഇടാം. ഇനിയാണ് നമ്മുടെ മെയിൻ പണി. നമ്മുടെ മസാലയൊക്കെ ഇതിലേക്ക് നല്ല പോലെ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഇളക്കി പൊത്തി വെക്കണം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇതിനെ കോഴിയുടെ കക്കും കരളും അല്ലെങ്കിൽ നെട്ട് ബോൾട്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണതെന്ന് അറിയില്ല. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇതാ നല്ലപോലെ ഇളക്കി പാർട്സുകളൊക്കെ ഗ്രേവി എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ നമുക്കിത് ഒതുക്കി പൊത്തി വയ്ക്കാം. ഇതിൻ്റെ മൂടിയെടുത്ത് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അടി പിടിക്കാത്ത വിധത്തിൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ കുറവ് തോന്നുന്നത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും പാചകം ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഫോൺ ഒരു സ്ഥലത്ത് സെറ്റാക്കി വെച്ചേക്കാണ്. ഇത് നമ്മൾ അടുത്തേക്ക് കാണിക്കുമ്പോൾ നല്ല രീതിയിൽ കളർ ഉണ്ടാവും കേട്ടോ. നല്ലതുപോലെ ഇളക്കി നമുക്കൊന്നും കൂടി അടച്ച് വയ്ക്കാം. കുറച്ച് സമയം ആയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇപ്പോൾ തുറന്നപ്പോൾ നമ്മുടെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കറി പാകമായോ എന്നറിയാനായിട്ട് നമുക്ക് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ചെടുത്ത് നോക്കിയപ്പോൾ ഇതിന് നല്ലപോലെ വേവല്ലേ. അപ്പോൾ അത് ശരിക്കും വെന്തുണ്ടായില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ചു.
ഇപ്പം അത് കഴിഞ്ഞ് കുറച്ച് സമയമായിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, എന്താ ഒരു ഭംഗി കറിയുടെ. ഞാൻ പറഞ്ഞില്ലേ, ഫോൺ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഇതിൻ്റെ കളറ് നമുക്ക് മനസ്സിലാവണത് കേട്ടോ. അകലെ വെക്കുമ്പോൾ ലൈറ്റിൻ്റെ ഇത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കളർ തീരെ ഇല്ല എന്നാണ് കാണിക്കണത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ സാധനം ഇടാൻ പോകുന്നത്. നമ്മുടെ കുരുമുളക് നമ്മൾ പൊടിച്ചതാണ് കേട്ടോ. അവസാനമാണ് നമ്മൾ ഇടുന്നത്. ആവശ്യത്തിൽ ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് ഇത്തിരി അധികം കുരുമുളക് തന്നെ എടുത്ത് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് പൊത്തി വയ്ക്കാം കേട്ടോ. ഒന്ന് മൂടി വയ്ക്കാം. കുരുമുളകൊക്കെ നന്നായി പിടിക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കക്കും കരളും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.